കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അവിടെ ചെന്ന് കണ്ട് ക്ഷണിക്കാൻ ചെന്നാൽ മതിയോ? അദ്ദേഹത്തെ ഉപരക്ഷാധികാരിയായി വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം അറിയണ്ടേ? വെച്ചിട്ട് അറിയിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാനുള്ളതേ ഉള്ളൂ കേരളത്തിലെ പ്രതിപക്ഷം. ഞങ്ങൾ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുന്നവരാണെന്നേ, ഞങ്ങൾ വിശ്വാസികളാണ്. അല്ലാതെ എം വി ഗോവിന്ദനെ പോലെയും കുഞ്ഞിക്കണ്ണനെ പോലെയും പിണറായി വിജയനെ പോലെയും പരസ്യമായി വിശ്വാസിയാണെന്ന് പറയാൻ ഭയമുള്ളവരല്ല. ഞങ്ങൾ പകൽ വെളിച്ചത്തിൽ അമ്പലത്തിൽ പോകുന്നവരും ഞങ്ങൾ ഇഷ്ടമുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നവരുമാണ് ഓരോ ആളുകളും. മനസ്സിലായില്ലേ? എന്തിനാണ് 2019 പാർലമെന്റ് അല്ല, ഒരു സെക്കൻഡ്, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ശബരിമല വിഷയത്തിൽ, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങിയത് എന്തിനാ? ഇവർ പറയണം ഇവരെ എക്കാലവും ഇങ്ങനെയാണെന്ന്. ഓരോ വർഷവും കോടിക്കടുത്ത് തീർത്ഥാടകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് 2 സീസണായി. അപ്പോൾ അവിടെ ഏറ്റവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, തീർത്ഥാടകരുടെ കംഫർട്ട് ഉറപ്പുവരുത്തുക, സുരക്ഷിതമായി തീർത്ഥാടനം പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക, ഇതൊക്കെ സ്വാഭാവികമായും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താം, എങ്ങനെ തീർത്ഥാടനം സുഗമമാക്കാം എന്ന് ആലോചിക്കാൻ ഒരു കോൺക്ലേവ് നടത്തുന്നതിൽ എന്താണ് അപാകം? അതിൽ രാഷ്ട്രീയമോ സാമുദായികപരമോ വിശ്വാസപരമോ ആയ കാര്യങ്ങൾ കാണേണ്ടതുണ്ടോ? അല്ല, എൻ്റെ അകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുമായി ബന്ധപ്പെട്ട് വികസനം നടത്തുന്നതിന് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആരെങ്കിലും എതിര് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ചോ വിശ്വാസ സമൂഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ സംബന്ധിച്ചോ ഒന്നും കോൺഗ്രസോ ഐക്യ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരോ അല്ലെങ്കിൽ ക്ഷേത്രവിശ്വാസികളോ ആരും അതിനെതിര് നിൽക്കില്ല. ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കമ്മീഷണർ പറയുന്നത് കേട്ടാൽ വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. കാരണം അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തണം, അതിനുവേണ്ടി സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഭക്തന്മാരെ ഞങ്ങൾ സെലക്ട് ചെയ്തു, 3000-ഓളം ആളുകൾ പങ്കെടുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മീഷണർ ഈ ചർച്ചയിലുള്ളത് നല്ലതാണ്. കാരണം അദ്ദേഹത്തിന് നമ്മളെക്കാൾ കൂടുതൽ ആധികാരികമായിട്ട് ജനങ്ങളോട് കാര്യം പറയാൻ പറ്റുന്ന ഒരാളാണ്. ഈ 3000 പേരെ സെലക്ട് ചെയ്തു, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി, അതിന് വരുന്ന എക്സ്പെൻസ്, അത് ഗവൺമെൻറ് ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതോ ദേവസ്വം ബോർഡാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതൊന്ന് അദ്ദേഹം പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ വലിയ ഉപകാരമാണ്. അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്താണ്, അവരുടെ അക്കോമഡേഷൻ എവിടെയാണ് കൊടുക്കുന്നത്, ആ അക്കോമഡേഷൻ കൊടുക്കുന്നതിന് ഒരു ഭക്തന് സ്റ്റാർ ഫെസിലിറ്റീസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എ ക്ലാസ് ഹോട്ടലുകളിൽ മുറിയെടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അയ്യപ്പ ഭക്തന്മാരെ 2-3 തട്ടുകളിലായി നിശ്ചയിക്കേണ്ട കാര്യമുണ്ടോ? കോടിക്കണക്കിന് രൂപ കൊടുക്കുന്ന ആളുകളുടെ പ്രയോറിറ്റി അനുസരിച്ച്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ആളാണ്. നേരത്തെയൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഈ പടിയുടെ അടുത്ത് കയറ്റി നിർത്തി ഒരുപാട് സന്ദർഭങ്ങളിൽ തൊഴാനൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാർ, പൊതുവായി വരുന്ന പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ പലപ്പോഴും അതിന് അവസരം കിട്ടാറുണ്ട്. ഇപ്പം അങ്ങനല്ല. അപ്പോൾ അവിടെ VIP പരിഗണനയൊന്നുമില്ല. എല്ലാവരും ആ കമ്പിക്ക് വെളിയിൽ നിന്ന് തൊഴുതു പോകണം, അയ്യനെ കണ്ട് തൊഴുതു പോകണം എന്നതാണ് കീഴ്വഴക്കം. ഇവിടെ പുതിയൊരു കാറ്റഗറി പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്നത് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു. അത് സംബന്ധിച്ചൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിയുന്ന ഒരാൾ കമ്മീഷണറാണല്ലോ, അതേ ഒന്ന് പറയട്ടെ. അപ്പോൾ ഈ വരുന്ന ഭക്തന്മാർ, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ്, അവർ പണം നിക്ഷേപിക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്ന ഗ്രേഡിങ്, അതൊക്കെ ശരിയായൊരു നടപടിക്രമമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമാണോ അതോ ദേവസ്വം ബോർഡാണോ ഇത് തീരുമാനിച്ചിരിക്കുന്ന? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് പല ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കമ്മീഷണർക്ക് അത് ക്ലാരിറ്റി വരുത്താവുന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ് ശബരിമല സന്നിധാനം എന്ന് പറയുന്നത്. അവർക്ക് ഏത് വികസനത്തെക്കാൾ ഏറ്റവും പ്രാഥമികമായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള സൗകര്യമാണ്, പ്രത്യേകിച്ച് സാനിറ്റേഷൻ സൗകര്യമാണ്. ഒരു ഗവൺമെൻറ്റിന് വിശ്വാസ സമൂഹത്തോട് ഇഷ്ടമാണ്, ശബരിമലയോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ കെയറിങ് കൊടുക്കേണ്ടത് മാലിന്യ നിർമ്മാർജ്ജനത്തിനാണ്, സാനിറ്റേഷൻ ഫെസിലിറ്റിക്കാണ്. ഈ ഗവൺമെൻറ് ഇത്രയധികം ആത്മാർത്ഥതയുണ്ടെങ്കിൽ എത്ര കോടി രൂപയാണ് ഇപ്പോൾ സാനിറ്റേഷൻ സൗകര്യത്തിന് ദേവസ്വം ബോർഡിന് തരേണ്ടിയിരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് മൊത്തം 4.5 കോടിയുടെ പ്രോജക്റ്റാണ്. അതിൽ 2.25 കോടി രൂപ കേരള ഗവൺമെൻറ് തരണമെന്നാണ്. ഇപ്പോൾ ഒരു സംഗമം നടക്കാൻ പോവുകയാണല്ലോ. ആ സംഗമത്തിന് മുന്നൊരുക്കമെന്നുള്ള നിലയിൽ ഇത് പൂർത്തിയാക്കാമല്ലോ. തീർത്ഥാടനം ഇനി വൃശ്ചിക മാസത്തിലേക്കൊക്കെ വരുമ്പോൾ വളരെയധികം ആളുകൾ, ഇനിയിപ്പോൾ തന്നെ നാളെയും മറ്റന്നാളുമായി അവിടെ ആയിരക്കണക്കിന് ആളുകൾ, ഞാൻ ഉൾപ്പെടെ പോകുന്നതാണ്. അപ്പോൾ ലക്ഷോപലക്ഷം ആളുകൾ വരും. തിരുവോണം തൊഴാനും ഉത്രാടം തൊഴാനും ഒക്കെ ആയിട്ട് ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഈ സൗകര്യങ്ങൾ ഇപ്പോൾ ഈ ആഗോള സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രാഥമികം ഒരുക്കേണ്ട കാര്യം അതാണല്ലോ. അങ്ങനെ കൊടുക്കേണ്ട കാര്യത്തിൽ പിന്നെ
ഈ സാനിറ്റേഷൻ സൗകര്യത്തിന് 4.5 കോടി രൂപ നീക്കി വെച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കമ്മീഷണർക്ക് തിരുത്താം, നിഷേധിക്കാം. അതിന് ഗവൺമെൻറ്റിൻ്റെ വിഹിതം 2.25 കോടിയാണ്. തന്നിട്ടുണ്ടോ? ഈ ഗവൺമെൻറ് തന്നിട്ടുണ്ടോ? കമ്മീഷണർക്ക് ക്ലാരിറ്റി വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ തുറവൂർ മുതൽ പിന്നെ തിരുവനന്തപുരം വരെ തീരദേശ പാതയുടെ വികസനവുമായി, ദേശീയ പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടുകൊടുത്തിരുന്നു, ദേവസ്വത്തിൻ്റെ ഭൂമി വിട്ടുകൊടുത്തിരുന്നു. അങ്ങനെ ഭൂമി വിട്ടുകൊടുത്തിരുന്നതിൽ കമ്മീഷൻ ഈ ചർച്ചയിലുള്ളത് നന്നായി. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്ന 130 കോടി രൂപ ഭൂമി വിനിയോഗവുമായി ബന്ധപ്പെട്ട്, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ഈ ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. അതിന് വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, 2024 സെപ്റ്റംബർ 3-ാം തീയതി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ദേവസ്വം ബോർഡിന് ഈ പണം കൊടുക്കണം എന്ന്. കെട്ടിടം പൊളിച്ച പണം കിട്ടിയെന്ന് വേണമെങ്കിൽ കമ്മീഷൻ ഈ ചർച്ചയിൽ പറയും. ഹരിപ്പാടും അമ്പലപ്പുഴ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ചില കെട്ടിടങ്ങൾ പൊളിച്ചതിൻ്റെ കാശ് കിട്ടിയെന്ന് വേണമെങ്കിൽ കമ്മീഷണർ പറയും. പക്ഷേ കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഈ അയ്യപ്പ സന്നിധിയോട്, ശബരിമലയോട് നീതിബോധമുള്ള പ്രവർത്തനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ ആ 130 കോടി രൂപ ഈ നിമിഷം വരെ കൊടുത്തു വികസന പ്രവർത്തനങ്ങൾക്ക് ദേവസ്വം ബോർഡിന് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റ് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. താങ്കൾ ഒരു തീർത്ഥാടകൻ എന്നുള്ള നിലയിൽ കൂടി പറയുന്ന ആളാണ്. ഇത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. അപ്പൊ അവിടെ എന്റെ ഒരു ചോദ്യം, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഒരു കോൺക്ലേവ്, ഒരു അയ്യപ്പ സംഗമം നടക്കുന്നത്? അപ്പൊ ഇത് അവിടെ പറയേണ്ടതല്ലേ? അപ്പൊ അതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ലേ അവിടെ അയ്യപ്പ സംഗമം നടത്തുന്നത്? അപ്പൊ അത് പങ്കെടുക്കണ്ടേ, പിന്തുണയ്ക്കണ്ടേ? ഒരു മിനിറ്റ് ഞാനൊന്ന് പ്ലീസ്, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം എന്താ? ഞാൻ പറയുന്നത് ഈ 2 കാര്യങ്ങൾ ഞാൻ പ്രധാനമായി, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും ഗവൺമെൻറ്റിന് വിശ്വാസ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുമാണെങ്കിൽ പ്രാഥമികമായി ചെയ്യേണ്ട നടപടിക്രമങ്ങളിൽ 2 ഇനം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദേവസ്വം കമ്മീഷൻ നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട്സ് ഓഫീസർ ഇറക്കിയിട്ടുള്ള ഒരു സർക്കുലറുണ്ട്. ഇപ്പോൾ ഓണം പ്രമാണിച്ച് അഡ്വാൻസ് കൊടുക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൽ പണമില്ല. അതുകൊണ്ട് 1253 ക്ഷേത്രങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, അത്രയും ക്ഷേത്രങ്ങളുടെയും കാണിക്ക പൊട്ടിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പണം ദേവസ്വം ബോർഡിൽ എത്തിക്കണം. ജീവനക്കാർക്ക് അഡ്വാൻസ് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ് കൊടുക്കാൻ പണമില്ലാത്ത ശബരിമലയിൽ അത് നിയന്ത്രിക്കും ദേവസ്വം ബോർഡ് ഈ പറയുന്ന വലിയൊരു ആഘോഷത്തിന് എങ്ങനെയാണ് പണം സമാഹരിക്കുന്നത്? എങ്ങനെയാണ് ഈ 3000-ലധികം വരുന്ന പ്രതിനിധികളെ, അതിനെന്താണ്, പണമാണോ പരിഗണന? അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ്, അതിന് കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ച് കൃത്യമായ വ്യത്യസ്തമായ വീക്ഷണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പല ക്ലാരിറ്റി വരുത്തണമെന്ന് പറയുന്ന ഒരു കാര്യം. 1. 2, കേരളത്തിൽ ഇത് നന്മയോടുകൂടി വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പൊതു താല്പര്യമാണെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ആളുകളെ ഉൾക്കൊള്ളണ്ടേ? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് വിളിക്കാൻ ചെന്നാൽ മതിയോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അവിടെ ചെന്ന് കണ്ട് ക്ഷണിക്കാൻ ചെന്നാൽ മതിയോ? അദ്ദേഹത്തെ ഉപരക്ഷാധികാരിയായി വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം അറിയണ്ടേ? വെച്ചിട്ട് അറിയിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാനുള്ളതേ ഉള്ളൂ കേരളത്തിലെ പ്രതിപക്ഷം? ഞങ്ങൾ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുന്നവരാണെന്നേ, ഞങ്ങൾ വിശ്വാസികളാണ്. അല്ലാതെ എം.വി. ഗോവിന്ദനെ പോലെയും കുഞ്ഞിക്കണ്ണനെ പോലെയും പിണറായി വിജയനെ പോലെയും പരസ്യമായി വിശ്വാസിയാണെന്ന് പറയാൻ ഭയമുള്ളവരല്ല. ഞങ്ങൾ പകൽ വെളിച്ചത്തിൽ അമ്പലത്തിൽ പോകുന്നവരും ഞങ്ങൾ ഇഷ്ടമുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നവരുമാണ് ഓരോ ആളുകളും. മനസ്സിലായില്ലേ? ഇവരങ്ങനല്ല. ഇവരാരും വിശ്വാസികളല്ലെന്ന് മാത്രമല്ല, ഇവർ ശബരിമല സന്നിധാനത്തെ പലവട്ടം, ഇപ്പോൾ 2ാം വട്ടമാണ് രാഷ്ട്രീയ അവസരമാക്കി വേദിയാക്കി ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി 2ാം വട്ടമാണ് ഇവർ ഉപയോഗിക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, ഞങ്ങൾ സമത്വത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, ഞങ്ങൾ ഭരണഘടനയ്ക്കൊപ്പം നിൽക്കുന്നവരാണ്, പരമോന്നത നീതിന്യായ കോടതിയുടെ ഉത്തരവിന് വിധേയമായി നിൽക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ. കുഞ്ഞിക്കണ്ണനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇപ്പോഴും ഉണ്ടല്ലോ, ആ ഉത്തരവാരും സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ നവോത്ഥാന സമിതി ഉണ്ടാക്കി 50 കോടിയോളം രൂപയല്ലേ നിങ്ങൾ മുടക്കിയത്? ഈ നാട്ടിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ മുടക്കിയത് 50 കോടി രൂപയല്ലേ? ആ നവോത്ഥാന സദസ്സ് എവിടെ പോയി? നവോത്ഥാന സമിതി എവിടെ പോയി? നിങ്ങൾ പറയണം കേരളത്തിലെ പൊതുസമൂഹത്തോട്. സ്ത്രീകളെ വിലക്കിയിട്ടുണ്ടോ സുപ്രീം കോടതി? ഇല്ലല്ലോ. കയറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്, തുല്യതയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ കയറും അല്ലെ കയറ്റാൻ വാശിയോടുകൂടി പെരുമാറിയ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് ഒരു സ്റ്റേ ഇല്ലാഞ്ഞിട്ട് കയറ്റാനുള്ള നട്ടല് കാണിക്കാത്തത്? നിങ്ങൾക്ക് ആ നിലപാട് പറയാൻ എന്താ നിങ്ങൾക്കും ഗോവിന്ദനും പേടി? എന്താ? ഒരു സെക്കൻഡ് കൂടി, ഇവർക്ക് പേടി എന്തിനാണ്? 2019 പാർലമെന്റ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ശബരിമല വിഷയത്തിൽ, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ വീടാന്തരം കയറി ഇറങ്ങിയത് എന്തിനാ? ഇവർ പറയണം ഇവരെ എക്കാലം ഇങ്ങനെയാണെന്ന്.
അവസരവാദികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവസരവാദമാണ് അവസരവാദികളാണ് മാർക്സിസ്റ്റുകാർ. കോൺഗ്രസിന്റെ ഒരിക്കൽ കൂടി ആരോപണം. കേരളത്തിലെ ശരി, പൊതുസമൂഹത്തിന് ശ്രീ ബോധ്യപ്പെടുകയാണ്. ശ്യാംരാജ്, ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് ശരി, ശരി, ആവട്ടെ, ആവട്ടെ, ആവട്ടെ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 8 ശരി, 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 മാസം ആവട്ടെ, ആവട്ടെ, ആവട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ താല്പര്യവും സ്ഥാപിത താല്പര്യവും നിലനിർത്തിയുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടത്തുന്ന സംഗമമെങ്കിൽ അതിനെ ഞങ്ങൾ സംശയത്തോടു കൂടി കാണും, ഞങ്ങൾ വിമർശിക്കും. ശരി.